ട്രേഡിംഗിൽ ഓവർ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവില്ല എന്ന് കോമൺലി എല്ലാവരും പറയാറുണ്ട്. പക്ഷെ രണ്ട് തരം അനാലിസിസ് ഉണ്ട്. അതിൽ ഏത് അനാലിസിസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തരത്തിൽ അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്ക് സക്സസും, മറ്റൊരു തരത്തിൽ അനാലിസിസ് നിങ്ങൾക്ക് ലോസ് ആയിരിക്കും സംഭവിക്കാൻ പോവാ ട്രേഡ് ചെയ്യുമ്പോഴേ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്റലക്ച്വൽ അനാലിസിസ്. ഇന്റലക്ച്വൽ അനാലിസിസ് ഒന്നെങ്കിൽ നമ്മൾ പ്രീ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് തുടങ്ങുന്നേക്കാൾ മുമ്പ് മാർക്കറ്റിനെ പറ്റി പഠിച്ച് നമ്മൾ ഒരു എൻട്രി എക്സിക്യൂട്ട് ആവാനുള്ള ഒരു പ്ലാന് തയ്യാറാക്കി ആ പൊസിഷനിലേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് വരുമ്പോൾ എൻട്രി എടുക്കുന്ന തരത്തിലുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇന്റലക്ച്വൽ അനാലിസിസ് ആയിട്ടാണ് കൂട്ടുക. അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അതൊരു എപ്പോഴും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ട്രേഡിംഗിൽ. പക്ഷെ ഇമോഷണൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ സ്റ്റോപ്പ് ലോസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമുക്ക് വരുന്ന ഒരു വിഷമം, ഒരു പെയിന്, ആ പെയിനിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കുക. ആ എൻട്രി തന്നെ വീണ്ടും എൻട്രി ആവാൻ വേണ്ടി ഒരു പുതിയ അനാലിസിസ് അപ്പൊ തന്നെ കണ്ടുപിടിച്ച് ചെയ്ത് അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ നമ്മളെ ഈഗോ മനസ്സ് സമ്മതിക്കാണ്ട് അതിൽ പിടിച്ചു നിൽക്കുന്ന ഒരു അനാലിസിസ് ഉണ്ടല്ലോ. ആ അനാലിസിസ് നിങ്ങളെ ടോട്ടലി ട്രേഡിംഗ് ലൈഫിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള അനാലിസിസ് ആണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇമോഷണൽ അനാലിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് ഇന്റലക്ച്വൽ അനാലിസിസിലേക്ക് മാറി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആവാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ സൈക്കോളജിക്കൽ ടിപ്സുകളാണ് നമ്മുടെ പേജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ടിന് ഈ വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.